സ്നിഗ്ധഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നു പോകുന്നത്. എവിടെ എങ്ങനെ എത്തിച്ചേരുമെന്നൊക്കെ അറിയില്ല. 2000 ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കത്തക്ക നേട്ടമാണ് എല്ലാ രംഗങ്ങളിലും കൊണ്ടുള്ള നമ്മുടെ മിലിറ്ററിയൊക്കെ സജ്ജമാണ്, നമ്മുടെ സായുധ സംഘമൊക്കെ സജ്ജമാണ്. എത്ര കൃത്യതയോടുകൂടി 20-24 വിജയെടുത്തത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായി അതൊക്കെ അവരുടെ രാജ്യത്തും കിടക്കാതെ അവരുടെ അതിർത്തി വിട്ടു പോകാതെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ഇത് മനുഷ്യൻ ബുദ്ധിയുടെ വഴിയിലൂടെ, ഭക്തിയുടെ വഴി മനുഷ്യൻ അന്യമാണ്, ബുദ്ധിയുടെ വഴിയിലൂടെ. ശാസ്ത്രമൊക്കെ എത്ര അത്ഭുതകരമായ നമ്മുടെ അത്ഭുതം കൂടുന്ന വികസനങ്ങളും നേട്ടങ്ങളും കൊണ്ടുള്ള ശാസ്ത്രത്തിന്റെ വഴിയിൽ എത്ര ഭാരമൊക്കെ കാണുന്ന ഒരു ലോകത്തെ ജീവിതം. തലമുഴുന്ന ആളുകൾ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ ഭാരമായി കാണുന്ന ഒരു കാലത്താണ്. അതിന്റെ പരിണിത ഫലമാണ് മുക്കിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകൾ. ഇത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒത്തിരി കാണാൻ സാധിക്കും. കെയർ ഹോമുകളും ഓൾഡ് ഏജ് ഹോമുകളും ഒക്കെ വർദ്ധിക്കുന്നതിന് കാരണമാണ് ഈ അടുത്ത സമയത്ത് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. വിധവയായ അമ്മ 2 മക്കളെ പോറ്റി വളർത്തി അനുഗ്രഹത്തോട് വളരെ അനുഗ്രഹത്തോടെ വളർത്തിയത്. 36 വയസ്സായി. അവർ 2 പേരും വിദേശത്തുണ്ട്. മോനെ അമ്മയെ നോക്കാനായിട്ട് ജോലിക്കാരെ നിർത്തിയിരുന്നു. അവസാനത്തേക്ക് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ വിളിച്ചു അവരോട് സംസാരിച്ചു പറഞ്ഞു വലിയ പ്രതീക്ഷ പിടിക്കാൻ പറ്റുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഭാര്യ ഭർത്താവിലേക്ക് പറഞ്ഞു അമ്മയെ സംരക്ഷിച്ചു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഞങ്ങളെല്ലാം കൂടെ പോയി അഭിഷേകം നടത്തി ഒരാശ്വാസമായി പയ്യൻ അമ്മയെ സമാധാനത്തോടെ അയക്കാൻ വേണ്ടി നടത്തി. പക്ഷെ ബിക്കോസ് അമ്മ ഇരട്ടി ശക്തിയോടുകൂടി തൈലാഭിഷേകം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരട്ടി ശക്തിയായി. അമ്മ പൂർവ്വതി അദ്ദേഹം വെന്റിലേറ്റർ മാറ്റി കിടക്ക മാറ്റി അവസാനം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോകും. അവരെല്ലാം കണക്കൂട്ടിലൂടെ അവധിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ കണക്കൂട്ടിലെല്ലാം തെറ്റ് മറ്റേ നിവൃത്തിയില്ല. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു നിരന്തരമായ ശ്രദ്ധയാണെങ്കിൽ ആവശ്യമാണ്. അപ്പൊ കൊണ്ട് മറ്റൊരു വഴി അവിടെ കൊണ്ടുപോയി കഷ്ടിച്ച് ഒരാഴ്ച നമ്മുടെ കിടന്നിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നിർത്തിയായി. ഇനി ഈ സമാധാനത്തോട് ഇവർ മടങ്ങിപ്പോയി. പിറ്റേ ദിവസം തന്നെ വീണ്ടും യാത്ര ചെയ്ത് മടങ്ങി. പറഞ്ഞു വരുന്നത് പലപ്പോഴും എളുപ്പവഴികളൊക്കെ നോക്കുന്ന ലോകത്ത് എല്ലാവരും അവരുടെ കൺവീനിയൻസ് ആണ്. അപ്രകോപയും വെച്ചു വളർച്ചതൊന്നും ഒരു വിഷയമേ അല്ല. കുഞ്ഞുങ്ങളെ കേൾക്കാൻ വേണ്ടി പറയും. 6 മാസത്തിൽ അമ്മയുടെ സംസാരം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോണ്ട ദിവസം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോന്നില്ല. അവർ വല്ലാത്ത ഇസ്രായേൽ നാളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം അമ്മ താൻ അനുഗ്രഹത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ വീട്ടിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം കിട്ടാതെ മറ്റൊരിടത്ത് പോയി കിടക്കേണ്ടി വന്നല്ലോ. അവരെ വല്ലാണ്ട് വേട്ടയാണ്. ഒരു ചടങ്ങിനെ സംബന്ധിക്കുന്നത് അവൻ മടങ്ങിപ്പോ പഠിക്കുന്നു. അവധി കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുക. പറഞ്ഞു വരുന്നത് നമ്മളെയൊക്കെ വേട്ടയാണ്. ഉത്തരവാദിത്വ നിർവഹണത്തിൽ അലംഭാവവും കാട്ടിയ അത് വലിയ തരത്തിൽ ഒരു മനുഷ്യന്റെ സുന്ദരമായ ചിത്രമാണ് ശിമയോന്റെ ദൈവാന്വേഷണ വഴിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എക്കാലത്തും ഏതൊരു വിശ്വാസിക്കും മാതൃകയാണ് ശിമയോന്റെ ധന്യമായ ജീവിതം. ഏതൊരു വ്യക്തിക്കും വളരെ സുന്ദരമായ ഈ ചിത്രം ശ്രേഷ്ഠമാണ് മാതൃകയാണ്. ഈ സന്ധ്യയിൽ ശിമയോന്റെ സത്യാന്വേഷണ വഴിയിലൂടെ ഒരു ചെറിയ തീർത്ഥാടനമാണ്. സത്യാന്വേഷണ വഴിയിലൂടെ പ്രത്യേകിച്ച് സഹതായുടെ മധ്യസ്ഥന അഭയം പ്രാപിച്ചുകൊണ്ട് നാം ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സഹതായോട് ചേർത്ത് വയ്ക്കുവാൻ എന്തുകൊണ്ടും